തൃശ്ശൂരിൽ ഇപ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിലാണ് കൊടിയേറ്റ് ചടങ്ങുകളുടെ ഭാഗമായുള്ള ആ ചടങ്ങ് തുടങ്ങിയിരിക്കുന്നത്. കൊടിയേറ്റം തിരുവമ്പാടിയിൽ ഇപ്പോഴാണ് നടക്കുന്നത്. 12:30 പാറമേക്കാവ് ക്ഷേത്രത്തിലും കൊടിയേറ്റം നടക്കും. രണ്ട് പ്രധാന ക്ഷേത്രങ്ങൾ തിരുവമ്പാടിയിലും പാറമേക്കാവിനും പുറമെ മറ്റ് 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് ചടങ്ങുകൾ ഇന്ന് തന്നെയാണ്. ഇന്നത്തെ ദിവസം ആദ്യം അത് ലാലൂരിൽ കാർത്യായനി ക്ഷേത്രത്തിലാണ് കൊടിയേറ്റ് ചടങ്ങുകൾക്ക് തുടക്കമായത്. അതിനുശേഷം മറ്റ് ഘടകക്ഷേത്രങ്ങളിലും സമാനമായി തന്നെ കൊടിയേറ്റ് ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണ്. ഇനി 26-നാണ് തൃശ്ശൂർ പൂരമെങ്കിൽ കൂടി ഇപ്പോൾ തന്നെ അത് പൂരാവേശത്തിലേക്ക് തൃശ്ശൂർ നഗരി കടക്കുകയാണ്. നമുക്ക് കാണാം ഇതിപ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിലാണ് ഈ തിരക്കെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഘടകക്ഷേത്രങ്ങളിലും സമാനമായി തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ഈ ദിവസങ്ങളിലൊക്കെ സ്വാഭാവികമായും ഭക്തരുടെ എണ്ണം ഈ ക്ഷേത്രങ്ങളിലെ ദർശനത്തിന് കൂടും. അതിനുശേഷം ആനകളുടെ ഒരുക്കമുണ്ട്, ചമയപ്രദർശനമുണ്ട്, അങ്ങനെ വിവിധ ചടങ്ങുകൾ അതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾക്കൊക്കെ സമാനമായി തന്നെ തൃശ്ശൂരിലാകെ തന്നെ നമ്മൾ ആ തിരക്ക് കാണും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഒരുപക്ഷെ ഇത്രമാത്രം ആളുകൾ ഒത്തുചേരുന്ന ഉത്സവങ്ങൾ അത് ഏറ്റവും വലിയ ഉത്സവമാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിൻ്റെ മുൻകാലങ്ങളിൽ സമീപകാലത്ത് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തി അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് വീണ്ടും ഒരു ആവേശകരമായ ഒരു പൂരക്കാലത്തിലേക്ക് പോവുകയാണ്. എന്തായാലും അടുത്ത 7 ദിവസങ്ങൾ അത് പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ്. 26-ന് പൂരം നടക്കുന്നതിന് മുൻപ് തന്നെ സാമ്പിൾ വെടിക്കെട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ മലയാളി അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഉത്സവം എന്ന അർത്ഥത്തിൽ തൃശ്ശൂർ പൂരം എല്ലാ കാലത്തും തൃശ്ശൂരുകാരുടെ ഒരു ആവേശം എന്നത് മാത്രമല്ല മലയാളിയുടെ തന്നെ ഒരു അഭിമാനമായ ഒരു ഉത്സവമായി തന്നെയാണ് കാണുന്നത്. കാരണം ഇത്രമാത്രം ഇത്രയും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അത് ആ നാടിനെ ആകെ തന്നെ ഒരുമിപ്പിക്കുന്ന ഒരു ഉത്സവമായാണ് തൃശ്ശൂർ പൂരം എല്ലാ കാലത്തും ആഘോഷിച്ചു പോരുന്നത്. തൃശ്ശൂർ നഗരത്തിൻ്റെ ആഘോഷം മാത്രമായല്ല അത് എല്ലാ കാലത്തും ഉള്ളത്. നമ്മൾക്ക് കാണാം ആ പുരാവേശം അത് കൊടിയേറ്റം ഉണ്ടായതിന് ശേഷം പിന്നീടാണ് ആ പുരാവേശത്തിലേക്കുള്ള ഓരോ ചടങ്ങുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് ഒരുപക്ഷെ മലയാളി എല്ലാ കാലത്തും പറയും ആനകളെ കണ്ടാൽ മതിവരില്ല എന്ന് പറയുന്ന ആ സന്തോഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആനകളെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം. അത് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാം ഈ ആനകളുടെ ഒരുക്കം. അതോടൊപ്പം അതിനുശേഷം വിവിധ ക്ഷേത്രങ്ങളിൽ ഉള്ള പൂജാ ചടങ്ങുകൾക്കായി ആളുകൾ ഒത്തുകൂടുന്നത്. ഒരുപക്ഷെ തൃശ്ശൂർകാർ പലപ്പോഴും അവരുടെ അവധി പോലും മാറ്റിവെക്കുന്നത് ഈ തരത്തിൽ ഒരു വേനലവധിക്കാലത്താണ് എല്ലാ കാലത്തും തൃശ്ശൂർ പൂരം വരുന്നത്. പക്ഷേ വിദേശത്തുള്ള ആളുകളടക്കം അവർ നാട്ടിലേക്ക് എത്തുന്നത് തൃശ്ശൂർ പൂരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആഘോഷത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പോൾ പൂരത്തിൻ്റെ കൊടിയേറ്റ് ചടങ്ങുകളാണ് ഓരോ ക്ഷേത്രങ്ങളിലായി നടക്കുന്നത്. അത് 8 ഘടകക്ഷേത്രങ്ങളിൽ 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ തിരുവമ്പാടിയിലും പാറമേക്കാവിലും ഇത് നടക്കേണ്ടതുണ്ട്. പാറമേക്കാവിൽ 12:30-നാണ് കൊടിയേറ്റ് ചടങ്ങ് നടക്കുക. ഇപ്പോൾ 11 മണിക്ക് തീരുമാനിച്ച തിരുവമ്പാടി ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കൊടിയേറ്റ് ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മറ്റ് ഘടകക്ഷേത്രങ്ങളിലും സമാനമായി തന്നെ ആഘോഷങ്ങൾ അത് കൊടിയേറ്റത്തിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെയായിരുന്നു ലാലൂരിൽ കൊടിയേറ്റുമായി ബന്ധപ്പെട്ട ചടങ്ങ് തുടങ്ങിയിരുന്നത്. ലാലൂരിൽ കാർത്യായനി ക്ഷേത്രത്തിൽ കൊടിയേറ്റ് പൂർത്തിയായി. അതാണ് ഈ ഘടകക്ഷേത്രങ്ങളിൽ ഏറ്റവും ആദ്യം കൊടിയേറ്റം പൂർത്തിയായ ക്ഷേത്രം. അതിനുശേഷം മറ്റ് ഘടകക്ഷേത്രങ്ങളിലും അത് ഓരോ 8 ഘടകക്ഷേത്രങ്ങളാണ് ഉള്ളത്. 8 ഘടകക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അത് ഓരോ ഘടകക്ഷേത്രങ്ങളിലായി അത് പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പാറമേക്കാവിൽ പ്രധാനപ്പെട്ട ക്ഷേത്രം 12:30-നാണ് കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കുന്നത്. ലെവിൻ കെ വിജയൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, നമ്മൾ കൊടിയേറ്റം തുടങ്ങിയാൽ തന്നെ പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് തൃശ്ശൂർ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഓരോ ക്ഷേത്രങ്ങളിലായി കൊടിയേറ്റം ചടങ്ങുകൾ പുരോഗമിക്കും. അടുത്ത പൂരക്കാലത്തേക്ക്
ദിവസത്തിലേക്ക് മലയാളികളുടെയും തൃശ്ശൂരിലെ പൂരപ്രേമികളുടെയും കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിന് അവസാനമാകുകയാണ്. ഈ വർഷത്തെ സംബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എത്ര വേഗത്തിലാണ് കാലവും ലോകവും പോയത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ആ വിവാദങ്ങളും മറ്റുമൊക്കെ നമുക്കറിയാം. 2 പൂരക്കാലങ്ങൾക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിനെ ആകെ സ്വാധീനിക്കുന്ന തരത്തിലൊരു വിവാദം പൂരവുമായി ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെടുകയും അതിന് തൊട്ടടുത്ത ദിവസം സംഭവബഹുലമായി നിന്ന ഒട്ടേറെ വിവാദങ്ങളെ മറികടന്നുകൊണ്ട് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പൂരം കഴിഞ്ഞു പോവുകയും അത് തൃശ്ശൂർ ജനത മലയാളികൾ ഒന്നാകെ ഏറ്റെടുത്ത് വലിയ വിജയമാക്കി മാറ്റുകയും ചെയ്ത ഒരു കഴിഞ്ഞ കാലം നമുക്കുണ്ട്. അതിൽ നിന്നും ഒരു വർഷം കൂടി മുന്നോട്ട് പോകുന്നു. പുതിയ പൂരത്തിന് കൊടി കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. 10 ക്ഷേത്രങ്ങൾ ചേർന്നുകൊണ്ട് നടത്തുന്ന വടക്കുന്നാഥനെ മുഖ്യ സ്ഥാനത്ത് നിർത്തിയിട്ടുള്ള പൂരത്തിന് എല്ലാവിധ തുടക്കങ്ങളും കുറിച്ചു കഴിഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് തന്നെ ഓരോ പൂരത്തിന്റെയും തുടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ ഘടകക്ഷേത്രങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സംഘാടകരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുമെല്ലാം ഒരുങ്ങിയിരുന്നതാണ്. അത് തയ്യാറെടുത്തിരുന്നതാണ്. ആ തയ്യാറെടുപ്പുകൾക്ക് അവസാനം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ പൂരത്തിന് കൊടി കയറുന്നത്. ലാലൂർ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ പൂരത്തിന് ഇന്ന് ആദ്യ കൊടിയുയർന്നു. വൈകിട്ട് 7:30യോടുകൂടി നെയ്തലക്കാവിലാണ് അവസാനത്തെ കൊടിയുയർത്തൽ. അങ്ങനെ 10 ക്ഷേത്രങ്ങളിലുമായി പല സമയങ്ങളിൽ ഒരു പകൽക്കാലത്ത് പൂരത്തിന് കൊടിയേറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8 ഭഗവതിമാരും 2 ശാസ്താക്കന്മാരും ചേർന്ന് വടക്കുന്നാഥന്റെ അടുത്തെത്തി തൊഴുതു മടങ്ങി വലം വെച്ച് ചടങ്ങുകളിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഒരു പൂരം. 36 മണിക്കൂറാണ് യഥാർത്ഥത്തിൽ പൂരക്കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുന്നെങ്കിലും ദിവസങ്ങൾക്കും മാസങ്ങൾക്കും മുൻപേ അതിനുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ചടങ്ങുകളും എല്ലാം ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഓരോ പൂരത്തെയും സംബന്ധിച്ച് എടുത്തു പറയേണ്ടത്. പ്രധാനപ്പെട്ട സംഘാടകരായ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് പുറമെ കണിമംഗലം ശാസ്താ ക്ഷേത്രവും ചെമ്പൂക്കാവ് കാർത്യായനി ക്ഷേത്രവും പനമക്കുംപള്ളി ശാസ്താ ക്ഷേത്രവും പൂക്കാട്ടുകര കാരമുക്ക് ഭഗവതി ക്ഷേത്രവും ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രവും ലാലൂർ കാർത്യായനി ക്ഷേത്രവും അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രവും കുറ്റൂർ നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രവും ഒക്കെ പൂരാവേശത്തിലേക്ക് ഉയരുന്ന സമയങ്ങളാണ്, മണിക്കൂറുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലെ കൊടിയേറ്റം കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് തിരുവമ്പാടി ക്ഷേത്രത്തിലെ കൊടിയേറ്റമാണ്. തിരുവമ്പാടി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചരിത്രപ്രസിദ്ധമായ ഒട്ടേറെ പാരമ്പര്യങ്ങളുള്ള ഒട്ടേറെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണ്. ഇവിടെ ഒരേ ക്ഷേത്രത്തിൽ 2 പ്രതിഷ്ഠകളാണ്. തിരുവമ്പാടി പൊതുവെ അറിയപ്പെടുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് എന്നുണ്ടെങ്കിലും ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ശ്രീകൃഷ്ണ പ്രതിഷ്ഠയാണ് തിരുവമ്പാടി ക്ഷേത്രത്തിലുള്ളതെങ്കിലും തൊട്ടടുത്ത് തന്നെ മുഖ്യസ്ഥാനത്ത് ഭഗവതി കുടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. കൊടുങ്ങല്ലൂർ ദേവിയാണ് ഈ തിരുവമ്പാടി ക്ഷേത്രത്തിലും ഉള്ളത് എന്നുള്ളതാണ് ഭക്തരെ സംബന്ധിച്ചുകൊണ്ടുള്ള വിശ്വാസം. ലോകത്തെമ്പാടുമുള്ള ആസ്വാദകർക്ക് കാഴ്ച വിരുന്നൊരുക്കുന്ന തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന നടത്തിപ്പുകാരായ തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഇപ്പോൾ കൊടിയേറ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര ഭാരവാഹികളും ദേവസ്വം ഭാരവാഹികളും ചേർന്ന് ഇവിടെ കൊടിമരം പൂജിക്കുകയാണ്. കവുകിൽ ചെത്തിയൊരുക്കി അലങ്കരിച്ച കൊടിമരം ദേവിക്ക് മുന്നിൽ പൂജ നടത്തിക്കൊണ്ടാണ് അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടെ ഉയർത്താൻ പോകുന്നത്. 11 മുതൽ 11:30 വരെയുള്ള അരമണിക്കൂർ സമയമാണ് തിരുവമ്പാടിയുടെ കൊടിയേറ്റത്തിന് പ്രധാനമായും സമയം നിശ്ചയിച്ചിരിക്കുന്നത്. തിരുവമ്പാടി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഐതിഹ്യങ്ങളും ആചാരങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളും ഒക്കെയുള്ളത്. ഗുരുവായൂരിനടുത്ത് എടക്കളത്തൂരിലെ അമ്പാടിപ്പറമ്പിലെ പാർത്ഥസാരഥി പ്രതിഷ്ഠയാണ് തിരുവമ്പാടി കണ്ണനായി അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ഭക്തരുടെ വിശ്വാസം. കൊടുങ്ങല്ലൂർ അമ്മയായ ശ്രീഭദ്രകാളി ഭക്തരൊപ്പം എത്തി തിരുവമ്പാടിയിൽ കുടിയിരുന്നു എന്നുള്ളതും വിശ്വാസമാണ്. അങ്ങനെ ബാലരൂപത്തിലുള്ള കൃഷ്ണനും ഭദ്രയുമാണ് ഇവിടെ പ്രതിഷ്ഠകളായിട്ടുള്ളത്. 10 മാസവും ആഘോഷങ്ങളാലും ആചാരങ്ങളാലും ചടങ്ങുകളാലും സമ്പന്നമാണ് തിരുവമ്പാടി ക്ഷേത്രം എന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. തൃശ്ശൂർ പൂരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമെങ്കിലും ആചാരമെങ്കിലും അതിനൊപ്പം തന്നെ 10 മാസങ്ങളിലായി നിറഞ്ഞു നിൽക്കുന്ന ഒട്ടേറെ ചടങ്ങുകളും ആചാരങ്ങളുമെല്ലാം തിരുവമ്പാടിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. തിരുവമ്പാടി ദേവിയുടെ സഹോദരിയായിട്ടാണ് പാറമേക്കാവ് ഭഗവതിയെ കാണുന്നത്. വടക്കുന്നാഥന് തൊട്ടടുത്ത് 2 ക്ഷേത്രങ്ങൾ ആ പൂരത്തിന്റെ പ്രധാനപ്പെട്ട സംഘാടകരാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യ കാർമ്മികത്വത്തിൽ 2 ദേവിമാരുടെ സാന്നിധ്യത്തിൽ വടക്കുന്നാഥൻ മറ്റ് സമീപ ക്ഷേത്രങ്ങളിലെയും മറ്റും ദേവിമാരെയും ശാസ്താക്കന്മാരെയും എല്ലാം ഈ പൂരത്തിനൊപ്പം ആതിഥേയത്വം നൽകി തന്റെ പക്കലേക്ക് സ്വീകരിക്കുന്നു. അവിടെ അവർ പങ്കെടുക്കുന്ന ഓരോ ചടങ്ങുകളിലും ഒരു ക്ഷേത്രത്തിന്റെ പൂജകളുടെയൊക്കെ പ്രാധാന്യത്തിൽ
പ്രാധാന്യത്തോടു കൂടി അവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. പൂരത്തിന്റെ ചരിത്രം നമുക്കറിയാം. ചരിത്രത്തിലെ കണക്കുകൾ അത്തരത്തിലുള്ളതാണെങ്കിൽ 230ാമത്തെ പൂരമാണ് ഇത്തവണ നടക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ശക്തൻ തമ്പുരാൻ, കേരളം കൊച്ചി രാജവംശം ഭരിച്ചിരുന്ന ശക്തൻ തമ്പുരാനായിരുന്നു ഇന്നത്തെ പൂരം വിഭാവനം ചെയ്തതും അത് നടത്തിയതുമെല്ലാം എന്നുള്ള കാര്യം ചരിത്രത്തിൽ അല്ലെങ്കിൽ പഴയകാല ഐതിഹ്യങ്ങളൊക്കെ തിരഞ്ഞു പോകുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തൃശൂർ പൂരാവേശത്തിലേക്ക് കടക്കുകയാണ്. തിരുവമ്പാടിയിൽ കൊടിയേറ്റത്തിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുന്നു.